ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രയാക്കിൻ്റെ സിമ്പലും ട്രയാക്കിൻ്റെ സ്ട്രക്ചറുമാണ്. അപ്പോൾ ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ടെർമിനൽസ് ആണ് MT1, MT2 ആൻഡ് എ ഗേറ്റ്. ഓക്കെ, എന്തൊക്കെയാണ് MT1, MT2 ഒരു ഗേറ്റ്. MT1 സ്റ്റാൻഡ്സ് ഫോർ മെയിൻ ടെർമിനൽ 1. MT2 stands for main terminal 2 and another one is this gate. Okay, ഇതിൽ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാക്കും അതിൻ്റെ സിമ്പിൾസുമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ബോത്ത് ഡയറക്ഷനിലും നമുക്ക് കറണ്ട് കണ്ടക്ഷൻ സാധ്യമാകുന്നതാണ് നമ്മുടെ ട്രയാക്ക് എന്ന് പറയുന്നത്. SCRനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത പോലെയാണ് ട്രയാക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ SCR നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാറ്? SCR എങ്ങനെ വരയ്ക്കുക? അതിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത പോലെയാണ് ഇത് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ദിസ് ലൈക്ക് ദിസ്. ഇത് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഡയാക്കാണെന്ന് അല്ലേ. SCRൻ്റെയും കൂടി വേണ്ടേ? SCRൻ്റെ ഗേറ്റ് കണക്ഷൻ ഇല്ലേ? ഇങ്ങനെ ഒന്ന് ദിസ് ഈസ് ദ ഗേറ്റ്. ഇതാണ് എന്ത് നമ്മുടെ ട്രയാക്കിൻ്റെ സിമ്പൽ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇതാണ് ട്രയാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. PNP ആയിട്ടുള്ള ഒരു ട്രയാക്കാണ്. ഇതിൻ്റെ മെയിൻ ടെർമിനൽ M2 ആണിത്. ഇത് മെയിൻ ടെർമിനൽ 1, MT1. ദിസ് ഈസ് ദ ഗേറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് ട്രയാക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. വാങ്ങുമ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് മുകളിലുള്ള ടെർമിനൽ MT2, ദിസ് ഇസ് MT1 ആൻഡ് ദിസ് ഇസ് ഗേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രയാക്കിനെ എങ്ങനെയാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്? ട്രയാക്ക് ക്യാൻ ബി ട്രിഗേർഡ് ഓർ ടേൺ ഓൺ ബൈ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാം. ട്രിഗർ ചെയ്യാന്ന് വെച്ചാൽ ടേൺ ഓൺ ചെയ്യിക്കാം. എങ്ങനെയാണ് ടേൺ ഓൺ ചെയ്യിക്കുക? By applying a gate current first, and the main triggering is applying a gate current. ഒരു ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ്? അപ്ലൈയിങ് വോൾട്ടേജ് എക്സീഡിങ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VBO. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുക. That's another triggering method. Then allowing MT1, MT2 applied voltage to increase at a rate in excess of maximum dV/dt. അതായത് നമ്മുടെ വോൾട്ടേജിനെ ഡിറൈവ് ചെയ്താൽ കിട്ടുന്ന dV/dtനെ എക്സസ് ചെയ്തുകൊണ്ടുള്ള റേറ്റിലുള്ള വോൾട്ടേജ് MT1 - MT2 എന്നുള്ള അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഗേറ്റിനെ ട്രിഗർ ചെയ്യാം. ഇതിൽ ഈ 2 മെത്തേഡ്സിനേക്കാൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്? ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് 2 and 3 above are not employed in normal triac operation. നോർമൽ ട്രയാക്ക് ഓപ്പറേഷനിൽ ഈ 2 മെത്തേഡ്സും യൂസ് ചെയ്യില്ല. ഏത്? 2ഉം 3ഉം. ഓക്കെ, ഹെൻസ് but they may be considered as limiting factors of in the circuit design. Circuit design അത് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, in further discussion it is restricted to triggering triac via gate. Since triac is a bidirectional device. ട്രയാക്ക് എന്ന് പറയുന്നത് എന്താണ്? ബൈഡയറക്ഷണൽ ഡിവൈസ് ആണ്. ബൈഡയറക്ഷൻ, 2 ഡയറക്ഷനിലും കറണ്ട് കണ്ടക്ഷൻ സാധ്യമായത് കൊണ്ടാണ് ബൈഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ട്രിഗേർഡ് ഇൻ ടു കണ്ടക്ഷൻ ബൈ എ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഗേറ്റ് സിഗ്നൽ. ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാം? ബൈ അപ്ലൈയിങ് എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് ഗേറ്റ് സിഗ്നൽ. ഗേറ്റിൽ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തിട്ടും അതേപോലെ ഗേറ്റിൽ നെഗറ്റീവ് സിഗ്നൽ കൊടുത്തിട്ടും നമുക്കിതിനെ ട്രിഗർ ചെയ്യാം. ഓക്കെ, എന്താണ്? വി ക്യാൻ ട്രിഗർ ദിസ് ട്രയാക്ക് ബൈ അപ്ലൈയിങ് ഗേറ്റ് വോൾട്ടേജ് ആസ് പോസിറ്റീവ് വോൾട്ടേജ് ഓർ നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ,
Then triac potentials are considered with respect to main terminal 1. MT1 റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്, വിത്ത് റെസ്പെക്ട് ടു MT1 ആണ്, അതായത് MT1 പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ട്രയാക്കിലെ പൊട്ടൻഷ്യൽസ് കൺസിഡർ ചെയ്യാറ്. അതിന് പോസിബിൾ ആയിട്ടുള്ള കുറേ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 4 മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് എന്താണ്? MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. MT2 പോസിറ്റീവ് കൊടുക്കുക. ഓക്കെ, MT2 പോസിറ്റീവ് കൊടുക്കുക. ഫിഗർ നോക്കൂ, നമ്മുടെ സിമ്പിൾ നോക്കൂ. MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. MT1 കൺസിഡർ ചെയ്യുമ്പോൾ MT2 മോർ പോസിറ്റീവ് ആവണം. അപ്പോൾ MT2 പോസിറ്റീവ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, MT2 എന്ത് ചെയ്യണം? കൂടുതലാവുക. MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. ഗേറ്റ് സിഗ്നൽ പോസിറ്റീവ്. അപ്പോൾ ഗേറ്റിൽ എന്ത് കൊടുക്കുക? പോസിറ്റീവ്. MT ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതിലെന്ത് ചെയ്യുക? പോസിറ്റീവ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് എന്തുണ്ടാവുക? ഔട്ട്പുട്ട് കിട്ടുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എവിടെയാവും? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. കണ്ടോ, ഇവിടെ കണ്ടോ ഈ ക്വാഡ്രൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും അപ്പോൾ കിട്ടുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. ഗേറ്റ് പോസിറ്റീവ് കൊടുക്കുക. ഇനി MT2 എന്താണ്? പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. ഗേറ്റ് നെഗറ്റീവ് കൊടുക്കുക. അപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നെഗറ്റീവായിട്ട് വരും. നോക്കൂ, നേരത്തെ 2 കേസ് ഇപ്പോൾ പറഞ്ഞു. MT2 ഇവിടെ പോസിറ്റീവ്, അവിടെ നെഗറ്റീവ് ആവും. ദെൻ ഇവിടെ പോസിറ്റീവ് കൊടുക്കുക. ഓക്കെ, പറയുന്നത് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ ഇതാണ് 2 ടെർമിനൽ. ഇവിടെ ഗേറ്റ് ഉണ്ട് വിചാരിക്കാം. നമ്മുടെ ഇവിടെ നിന്നാണ് ഗേറ്റ് വരുന്നത് കേട്ടോ. ഗേറ്റ് ഇവിടെ പോസിറ്റീവ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആവില്ലേ? ഇവിടെ എന്ത് ചെയ്യുക? പോസിറ്റീവ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ദെൻ സെക്കൻഡ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യുക? ഇത് പ്ലസ് ഇത് മൈനസ് തന്നെയാണ്. ഈ പോസിറ്റീവ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. അതാണ് സെക്കൻഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് MT1, MT2 പോസിറ്റീവ്, MT1 കൺസിഡർ ചെയ്യുമ്പോൾ MT2 പോസിറ്റീവ് കൊടുക്കുക. ഗേറ്റിൽ ആദ്യം പോസിറ്റീവ് കൊടുക്കുക. ദെൻ MT1 കൺസിഡർ ചെയ്യുമ്പോൾ MT2 പോസിറ്റീവ് തന്നെ കൊടുത്തിട്ട് ഗേറ്റിൽ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. അങ്ങനെ 2 മോഡ്. നെക്സ്റ്റ് നേരെ തിരിച്ചു വരും. അടുത്ത മോഡ് പറഞ്ഞാൽ നേരെ തിരിച്ച്. ഇവിടെ എന്ത് ചെയ്യുക? MT1 കൺസിഡർ ചെയ്യുമ്പോൾ MT2 നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഇത് പോസിറ്റീവ്. ഇനി ഈ കണ്ടീഷനിൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് എന്നുള്ള കണ്ടീഷനിൽ 2 എണ്ണം മാറി മാറി കൊടുക്കുക. ഗേറ്റിൽ ആദ്യം ഗേറ്റിൽ പോസിറ്റീവ് കൊടുക്കുക. ഇതൊരു മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഇനി ഇതിലെന്ത് ചെയ്യുക? ഇതേ കണ്ടീഷനിൽ ഇതിന് നെഗറ്റീവ് കൊടുക്കുക. ഇത് വേറൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ഗേറ്റിൽ പോസിറ്റീവും നെഗറ്റീവും മാറി മാറി കൊടുക്കുന്ന 2 മോഡുണ്ട്. പിന്നെ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആവുന്ന കേസിൽ ഗേറ്റിൽ മാറി മാറി കൊടുക്കുക പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ 2 മോഡ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. MT2 ആണ് പോസിറ്റീവ്. ഗേറ്റ് അപ്പോൾ പോസിറ്റീവ് കൊടുക്കുക. MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. ഇവിടുത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഗേറ്റ് എന്താണ്? നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടും. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പോസിറ്റീവും ഫസ്റ്റ് ക്വാഡ്രൻറ്റും നെഗറ്റീവും ആയിട്ട് കിട്ടും. ഇനി MT2 നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. MT2 നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഗേറ്റിൽ പോസിറ്റീവായിട്ട് കൊടുക്കാം. പിന്നെ MT2 നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. ഗേറ്റിൽ നെഗറ്റീവ് കൊടുക്കുക. ഇങ്ങനെയുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻ ആണിത്. ട്രയാക്ക് ഈസ് നോട്ട്. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത വീഡിയോയിൽ പറയാം.